വെൽക്കം ടു തലവറ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നമ്മുടെ ദിവസമുള്ള കുക്കിങ്ങിന് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് ഇഞ്ചി വെളുത്തുള്ളി, പ്രത്യേകിച്ചും നോൺ വെജ് ഐറ്റം. നമ്മൾ നോൺ വെജ് തയ്യാറാക്കുമ്പം ഇഞ്ചി വെളുത്തുള്ളിയേക്കാൾ കുറവായിരിക്കും എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പേസ്റ്റ് തയ്യാറാക്കുന്നതിന് ആ വ്യത്യാസമുണ്ട്. വെളുത്തുള്ളി 200 ഗ്രാം, ഇഞ്ചി 150 ഗ്രാം. ഇത് രണ്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈക്വൽ ക്വാണ്ടിറ്റി എടുത്ത് ചെയ്യാം. രണ്ടിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ ചൂടുവെള്ളത്തിൽ നല്ലതുപോലെ കഴുകി ഉണക്കിയെടുത്താണ്. ഉണക്കിയെന്ന് പറഞ്ഞാൽ ടവലിലിട്ട് തുടച്ച് വൃത്തിയാക്കി എടുത്താണ്. പിന്നെ അതിന് പീസസ് ആക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചി. ഇനി നമുക്കിത് ചെയ്തു തുടങ്ങാം. മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, നമ്മൾ തയ്യാറാക്കാനായിട്ട് എടുക്കുന്ന മിക്സിയുടെ ജാറിലൊന്നും ഒരു തുള്ളി വെള്ളം പോലും വരരുത്. അതുപോലെ തന്നെ എല്ലാം സ്പൂണും നല്ലതുപോലെ ഉണക്കിയെടുത്തതായിരിക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. 1 റൗണ്ട് അരച്ചതിന് ശേഷം ഇതിൽ ഓയിൽ ചേർക്കണം, 2 ടേബിൾ സ്പൂൺ. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ അടിക്കണം. ആദ്യത്തെ തവണ അരച്ചെടുത്താണ് നല്ല ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ആണ് ഞാൻ ഒഴിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ. ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. നന്നായിട്ടത് അരഞ്ഞിട്ടുണ്ട്. അല്പം അരയാതൊക്കെ കിടന്നാലും പേസ്റ്റായിട്ട് വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് ഒരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റാം. എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് കഴിഞ്ഞിരുന്നാൽ 1 മാസം വരെ ഒരു കുഴപ്പവും ഇല്ലാതെ ഇതിരിക്കും. 1 മാസം എന്നല്ല, 40 ദിവസം വരെ നന്നായിട്ടതിരിക്കും. മിനിമം 1 മാസം ഇതിരിക്കും. ഈ പറഞ്ഞ രീതിയിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ. ആ ഗ്ലാസ് കണ്ടെയ്നർ എന്ന് പറയുന്നത് ഒരല്പം പോലും വെള്ളമൊന്നുമില്ലാതെ ഈർപ്പമൊക്കെ മാറ്റി ഉണക്കിയെടുത്തതായിരിക്കണം. അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. കഴുകി ഉണക്കി ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ഞാനിത് മാറ്റി. കറക്റ്റായിട്ട് ആ ഒരു ബോട്ടിൽ നിറച്ചുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഞാൻ ഒഴിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.